അച്ഛാ ഡാഡിന്ന് വിളി. വേണ്ട വേണ്ട, അച്ഛാന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടം. അച്ഛൻ കയറിക്കോ, ഞാൻ വണ്ടി സുരക്ഷിതമായി പാർക്ക് ചെയ്തിട്ട് വരാം. അതൊക്കെ ഡ്രൈവർ ചെയ്തോളൂ, നീ വന്നേ. നോ, ഈ നല്ല വണ്ടി കണ്ട ചിലവന്മാർക്കൊന്ന് പോർണമെന്ന് തോന്നുന്നു. എന്തടി ചിരിച്ചേ? അല്ല, ഒരു വിപ്ലവകാരി പെട്ടെന്ന് ബൂഷായതോർത്ത് ചിരിച്ചതാ. കേട്ടോ ജോസഫേ, തന്റെ പാർട്ടിക്കാർ ചെയ്യുന്ന പോലെ യവനെ ശത്രുവായി കണ്ട് വെട്ടി നിർത്താനല്ലായിരുന്നു എന്റെ തീരുമാനം. അതുകൊണ്ടാ സർവ്വ അവകാശങ്ങളും കൊടുത്ത് മരുമകനായി ഞാൻ അംഗീകരിച്ചത്. പക്ഷേ ജോസഫേ, തനിക്ക് ഇവനൊന്നും പറ്റിയതല്ല ഈ രാഷ്ട്രീയം. അല്ല, ജോസഫിന് വേറെ പണിയൊന്നും അറിഞ്ഞൂടെ? പിന്നെ പാർട്ടി മൂന്നാറിലേക്ക് വെട്ടി നിർത്താൻ വേണ്ടി 3 പൂച്ചകൾ അയച്ചില്ലേ, അവർക്ക് നിർദ്ദേശം കൊടുക്കാൻ പോയത് ഞാനാ. പിന്നെ ഞാനിങ്ങ് പോന്നു, പട്ടി പൂച്ചയെ പിടിച്ചോണ്ട് പോയില്ലേ. പിന്നെ JCB-യിൽ കൂടെയല്ല വിപ്ലവം വരുന്നതെന്ന് പാർട്ടി തിരിച്ചറിഞ്ഞു. അതെ അതെ അതെ, ഇടിച്ചു നിരത്തിയ റിസോർട്ടുകൾക്ക് കോടിക്കണക്കിന് രൂപയാ നഷ്ടപരിഹാരം കൊടുക്കേണ്ടത്. അത് തന്റെ മന്ത്രി എടുത്തു കൊടുക്കൂ. പിന്നെ ജനങ്ങളടച്ച നികുതി. പറ്റിയോ? ഞാനൊന്ന് സ്ലിപ്പായി മോനെ. 5 സ്റ്റാർ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? വില കുറഞ്ഞ ഗ്രാനൈറ്റ് യൂസ് ചെയ്തിരിക്കുന്നേ. സത്യത്തിൽ അച്ഛന്റെ മഹാമനസ്കത ഇന്നാ എനിക്ക് മനസ്സിലായത്. ഇത്രയും വലിയ ഹോട്ടലിലേക്ക് ജോസഫേട്ടനെ വേണേ വിളിച്ചെന്ന് അച്ഛൻ പറഞ്ഞില്ലേ, അപ്പോഴാണ് ഒരു സോഷ്യലിസ്റ്റിനെ ഞാൻ കണ്ടത്. എന്റെ ജോസഫേട്ട ചുമ്മാതല്ല ഈ ചൈനയൊക്കെ മുതലാളിത്തത്തിലേക്ക് തിരിയുന്നു എന്ന് പറയുന്നത്. മുതലാളിമാരിലും ഉണ്ട് വിപ്ലവകാരികൾ. അതാണ് സത്യം. വെറുതെ ഇത്രയും ചൈനീസ് റെസ്റ്റോറന്റ് ഇവിടെ. സാറേ, ഇവനെയാണ് സത്യത്തിൽ ഞങ്ങളുടെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ എടുക്കേണ്ടത്. എങ്കിൽ പുള്ളി പുതിയ മാനിഫെസ്റ്റോ എഴുതിയേനെ. എന്താണ്? അല്ല, ഈ AC റൂമും ചിക്കനും സ്കോച്ചും ഒക്കെ ഉണ്ടെങ്കിൽ വിപ്ലവത്തിന് വീര്യം കൂടുമെന്നാ. പട്ടിണി പാവങ്ങൾ. How are you, ഹരീന്ദ്രൻ? Fine, very fine. യഥാർത്ഥ ഭൂഷേവന ആട്ടിൻ തോലിട്ട ചെന്നായി. വാടി. ആട്ടിൻ തോലിട്ട ചെന്നായി. Yes, we are on the way. Yeah. Go on, sir. Sir, ഇങ്ങോട്ട് വാ. ഹരീന്ദ്രൻ എവിടെ പോയെന്ന് നിനക്ക് അറിയില്ല അല്ലേ? അറിയില്ല സാർ. അത് ഹരീന്ദ്രനല്ലേ? അതെ. പിന്നെന്തിനാണ് കള്ളം പറഞ്ഞത്? പോലീസ് വന്നപ്പോ സാധനം അറസ്റ്റ് ചെയ്ത് പേടിച്ചിട്ടാ ഞാൻ കള്ളം പറഞ്ഞത്. എന്തിനാ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യുന്നത്? ടീക്കയുടെ റോഡ് തല റോട്ടിൽ കിടക്കുന്നെന്ന് നാട്ടുകാർ പറഞ്ഞറിഞ്ഞിട്ട് ആ വിവരമൊന്നും സാറിനോട് പറയാൻ വേണ്ടി ഞാൻ ഓടി വന്നപ്പോ സാറാണെങ്കിൽ എണീക്കണമില്ല. ഇന്നലെ കിടന്ന് കിടപ്പാണ് സാർ. മിസ്റ്റർ ഹരീന്ദ്രൻ വർമ്മ, ഐ എം രാജൻ ജോസഫ്, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്. എഴുന്നേക്ക്, ഒരു കാര്യം ചോദിക്കാനുണ്ട്. മിസ്റ്റർ ഹരീന്ദ്ര വർമ്മ, ഞാൻ ഇന്നലെയാണ് ഇവിടെ ചാർജ് എടുത്തത്. വന്നപ്പോ തന്നെ കിട്ടിയതൊരു ഫയർ ബ്രാൻഡ് കേസ്. എന്ത് കേസ്? എന്നെ കൊണ്ട് തന്നെ പറയിക്കണമെങ്കിൽ ഞാൻ പറയാം. അതിനു മുമ്പൊന്ന് ചോദിക്കട്ടെ, ഈ GKയുടെ തലയും കുറെ ശരീരഭാഗങ്ങളും മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി എവിടെ ഒളിപ്പിച്ചിരിക്കുന്നത്? GK എന്ത് പറ്റി? GKയെ മൃഗീയമായി കൊലപ്പെടുത്തി. ഹരീന്ദ്രൻ, നിങ്ങൾ വലിയ ബുദ്ധിരാക്ഷസനാ. അത് പഠിക്കുമ്പോഴേ എനിക്കറിയാം. എന്നെ ഓർക്കുന്നുണ്ടോ ഹരി? നമ്മൾ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചവരാ. രാജൻ, കോഴി രാജൻ എന്ന് നിങ്ങൾ കളിയാക്കി വിളിച്ചിരുന്ന രാജൻ. യെസ്, രാജൻ ജോസഫ്. രാജൻ എന്താ പറഞ്ഞത്? GK കൊന്നെന്നോ? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല.
പഠിക്കുന്ന സമയത്ത് ഫോറിൻ കാറിൽ വന്നിറങ്ങിയിരുന്ന സ്കൂളിലെ ഏറ്റവും ബഹുമാനായ വിദ്യാർത്ഥിക്ക് അന്ന് എന്നോടൊക്കെ പുച്ഛമായിരുന്നു. പക്ഷെ അന്നേ താൻ ഒരു മിടുമിടുക്കനായിരുന്നു. ആ മിടുക്ക് ക്രിമിനൽ ലൈനിലോട്ട് മാറിയതാ കുഴപ്പം. പറ, തന്റെ ആത്മസുഹൃത്ത് GK കൊന്ന് പീസ് പീസാക്കി അരിഞ്ഞ് ബാഗിലാക്കാൻ മാത്രം എന്തു വൈരാഗ്യായിരുന്നു അയാളോട്? ഇല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. കൊന്നു, അതിന് തെളിവുണ്ട്. ഇല്ല, ഒരു തെളിവും ഹാജരാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം GK ഞാൻ കൊന്നിട്ടില്ല. GK എന്നല്ല ഒരു ജീവിയെ കൊല്ലാൻ എനിക്കാവില്ല. നിരന്തരം കൊല നടത്തുന്ന ക്രിമിനൽസ് പോലും ഇങ്ങനെ തന്നെയാണ് മിസ്റ്റർ ഹരീന്ദ്രൻ പറയുന്നത്. ഇതിപ്പോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചെയ്തു പോയതായിരിക്കാം. പക്ഷെ പോലീസ് അടുത്ത മുറ പ്രയോഗിക്കുന്നതിന് മുമ്പ് അതങ്ങ് തുറന്നു പറയുന്നതല്ലേ ഹരീന്ദ്രൻ നല്ലത്? നിങ്ങൾ ഒരുമിച്ച് ശയിച്ച ആ രാത്രിക്ക് ശേഷം GKയുടെ കാമുകി പൂജയുമായി ആ ബന്ധം നിങ്ങൾ തുടർന്നിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞ ഹരീന്ദ്രൻ നിഷേധിക്കാൻ പറ്റും? അസംബന്ധം പറയരുത്. ഞാൻ അത്രക്കാരനല്ല. GK എന്റെ സഹോദരനെ പോലെയാണ്. നഴ്സറി സ്കൂൾ മുതൽ ഒരുമിച്ച് പഠിച്ച് വളർന്നവരാണ് ഞങ്ങൾ. പണത്തിന്റെ കാര്യത്തിലോ ജീവിത സൗകര്യത്തിന്റെ കാര്യത്തിലോ ഒരു അമ്മ പെറ്റ മക്കളെ പോലെയാണ് ഞങ്ങൾ കഴിഞ്ഞിരുന്നത്. വിധി എന്റെ ജീവിതം തകർത്തു. ഏറ്റവും വലിയ അഭിമാനിയായി ജീവിച്ചിരുന്ന എന്റെ മുന്നിൽ നിന്നും താലി തട്ടിത്തെറിപ്പിച്ച് ഇന്ദു എന്ന പെൺകുട്ടി മറ്റൊരാളുടെ കൂടെ ഇറങ്ങിപ്പോയപ്പോ അതെനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. മദ്യത്തിന് അടിമപ്പെട്ടു പോയി ഞാൻ. അപ്പോഴും കോടിക്കണക്കിന് രൂപയുടെ ആസ്തി വരുന്ന എന്റെ കമ്പനി ഞാൻ ഏൽപ്പിച്ചത് GK ആണ്. എനിക്ക് അവനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അത്രയും ആത്മാർത്ഥതയുള്ളവർ നമ്മോട് വിശ്വാസവഞ്ചന കാണിക്കുമ്പോഴാണ് വികാരാവേശത്താൽ പലപ്പോഴും ഇതുപോലുള്ള അരുങ്കൊലകൾ നടക്കാറുള്ളത്. കമ്പനിയുടെ ചെയർമാൻഷിപ്പ് താൽക്കാലികമായിട്ടാണ് നിങ്ങൾ GKക്ക് കൊടുത്തത്. കോടിക്കണക്കിന് രൂപയുടെ കമ്പനി അക്കൗണ്ട്സ് മുഴുവൻ നിങ്ങളുടെ പേരിൽ തന്നെയായിരുന്നു. അതൊന്നും GKക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. പക്ഷേ കോടാനുകോടി രൂപയുടെ കമ്പനി ഷെയർ ട്രാൻസ്ഫർ ചെയ്യാനുള്ള അവകാശം നിങ്ങൾ GKക്ക് എഴുതി കൊടുത്തു. അത്രയ്ക്ക് വിശ്വാസമായിരുന്നു GKയോട്, അല്ലേ? ഞാനെല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ? എന്റെ കമ്പനി വളരാന്നുള്ളത് GKയുടെയും കൂടെ സ്വപ്നമായിരുന്നു. അതിലെനിക്ക് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ. വിവാദങ്ങളായ ഒട്ടനവധി സാമൂഹ്യ പ്രശ്നങ്ങളിൽ മലയാളികളുടെ മനസ്സിളക്കിയ തമ്മിൽ തമ്മിൽ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ സ്റ്റാർലൈൻ ചീഫ് എക്സിക്യൂട്ടീവ് ആയിരുന്ന GK എന്ന ഗോപാലകൃഷ്ണന്റെ കൊലപാതകത്തെക്കുറിച്ചാണ് സംവാദം. ഈ ചർച്ചയിൽ ട്രൂത്തിന്റെ പത്രാധിപർ ശ്രീ രാജേന്ദ്രൻ വഴയിലെയും GKയുടെ പ്രതിസുത വധുവായിരുന്ന പൂജയുടെ പിതാവ് ഗൾഫ് വാസുദേവനും കൂടാതെ സ്റ്റാർലൈന്റെ മാർക്കറ്റിംഗ് മാനേജർ ശ്രീ PT ജെയിംസും പങ്കെടുക്കുന്നു. ആദ്യമായി ശ്രീ രാജേന്ദ്രൻ വഴയില, എന്ത് അടിസ്ഥാനത്തിലാണ് GKയെ കൊലപ്പെടുത്തിയത് ഹരീന്ദ്രനാണെന്ന് താങ്കൾ ആരോപിക്കുന്നത്? ഈ ഹരീന്ദ്രൻ അടിസ്ഥാനപരമായി ഒരു വുമണൈസർ ആണെന്നാണ് ട്രൂത്തിന്റെ കണ്ടെത്തൽ. പക്ഷെ വെളിയിൽ അയാൾ മാന്യനുമാണ്. കൊല്ലപ്പെട്ട ഗോപാലകൃഷ്ണന്റെ കാമുകി പൂജ കാമുകൻ അറിയാതെ കോടീശ്വരനായ ഹരീന്ദ്രനുമായി കിടപ്പറ പങ്കിട്ടു എന്നതാണ് ട്രൂത്തിന്റെ കണ്ടെത്തൽ. തെമ്മാടിത്തരമാണ് ഇയാളി പറയുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുക ഇവനെ TV മുറിയിലിട്ട് ഞാൻ തല്ലിക്കൊല്ലും. ഇവനെ പോലുള്ള പത്രക്കാരും TV-ക്കാരും കെട്ടിച്ചമയ്ക്കുന്ന കള്ള കഥകൾ നിങ്ങളൊക്കെ കണ്ടാലും വിശ്വസിക്കരുത്. ഇവരൊക്കെ കൂടി എത്ര നിഷ്കളങ്കരെ നമ്മുടെ രാജ്യത്ത് കുരുതി കൊടുത്തിട്ടുണ്ടെന്നറിയോ? ചാരക്കേസ് എന്ന് പറഞ്ഞ ISROയിലെ നമ്മുടെ അഭിമാനങ്ങളായ ശാസ്ത്രജ്ഞന്മാരെ ആത്മഹത്യയുടെ വക്കത്ത് വരെ എത്തിച്ചില്ലേ ഈ മാധ്യമ പ്രതിഭകൾ? ഇവർക്ക് വാർത്ത കിട്ടിയാൽ മതി, അതിന്റെ സത്യം അറിയണമെന്നില്ല. വിവാദ വാർത്തയെന്നും പറഞ്ഞ് യവന്മാർ അവിടുന്ന് ഇവിടുന്ന് കാശ് വാരും. പക്ഷെ തകരുന്നത് പാവപ്പെട്ട കുടുംബങ്ങളാണ്. ഇനി എന്റെ മോളെ പറ്റി പറഞ്ഞാൽ തന്റെ പല്ലി അടിച്ചേർപ്പിക്കും. നമുക്കിനി ചർച്ചയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ശ്രീ വാസുദേവൻ, താങ്കളുടെ മകളും ഹരീന്ദ്രനുമായുള്ള ഒരു ഫോട്ടോ ട്രൂത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നല്ലോ, അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താ പറയുന്നത്? അതിപ്പോ ഗോപാലകൃഷ്ണനാണെന്ന് തെറ്റിദ്ധരിച്ച് മോള് ആളുമാലി ഹരീന്ദ്രനുമായി ശയിച്ചു എന്ന് വേണമെങ്കിൽ ഇദ്ദേഹത്തിന് പറയാം. പക്ഷെ ട്രൂത്ത് സത്യം മാത്രമേ പറയൂ. ട്രൂത്ത് എന്ന വാക്കിന്റെ അർത്ഥം കള്ളമാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. കുടുംബ സദസ്സുകൾ കാണുന്ന TV കയറിയിരുന്ന് എന്ത് വൃത്തികേടുകളും പറയാമെന്നാണ് ചിലരുടെ വിചാരം. ഇയാളെ പോലെയുള്ള വിവരദോഷികളെയാണല്ലോ നിങ്ങൾ ഇവിടെ സ്ഥിരം വിളിച്ചേറ്റി പ്രസംഗിപ്പിക്കുന്നത്. ഞാൻ വിവരദോഷി ആയിക്കോട്ടെ, പക്ഷേ നിങ്ങൾ ഇദ്ദേഹം ചോദിച്ചതിന് ഉത്തരം പറയൂ. അത് പറയാൻ എനിക്ക് മനസ്സില്ല. GKയോടൊപ്പം വർക്ക് ചെയ്യുന്ന ശ്രീ ജെയിംസ്, താങ്കൾ സ്റ്റാർലൈനിന്റെ മാർക്കറ്റിംഗ് മാനേജർ കൂടിയാണ്. താങ്കളെ സ്റ്റാർലൈനിൽ നിന്ന് പുറത്താക്കാൻ GK പല പ്രാവശ്യം ശ്രമിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ GK ചെയർമാനായി മാറിയ സമയത്തുള്ള ഈ കൊലപാതകത്തെ കുറിച്ച് താങ്കൾക്ക് എന്താ പറയാനുള്ളത്? ഈ അരുങ്കൊല ആര് തന്നെ ചെയ്താലും തക്ക ശിക്ഷ ലഭിക്കേണ്ടതാണ്. പിന്നെ ഞാനും GKയും തമ്മിൽ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. താങ്കളും GKയും തമ്മിൽ വാക്കേറ്റം ഉണ്ടായി എന്ന് പറയുന്നത് സത്യമല്ലേ? ഇല്ല, വാക്കേറ്റം ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെന്താണ് മിസ്റ്റർ ജെയിംസിന് പറയാനുള്ളത്? ഒന്നുമില്ല, ഇത്ര എനിക്ക് പറയാനുള്ളൂ. 3 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് സാറേ ഞാൻ. എന്നെ പീഡിപ്പിച്ച് പെടുപ്പിക്കുന്നത് സാറുമാർക്കൊരു സുഖമാണല്ലേ?
താൻ ഉരുട്ടലെന്ന് കേട്ടിട്ടുണ്ടോ? ഉരുട്ടലല്ല, ഉരുട്ടിക്കൊല. ആ, അതാ അടുത്തത്. അല്ലെങ്കിൽ സത്യം പറഞ്ഞോ, താനും കൂടി ചേർന്നല്ലേ ജി കെ കൊന്നത്? ഒരാളെ കൊല്ലാനുള്ള ആംബിയറൊന്നും എനിക്കില്ല സാറേ. പിന്നെന്താ ഇന്നലത്തെ ടി വി പ്രോഗ്രാമിൽ താങ്കളൊന്ന് ഉരുണ്ട് കളിച്ചത്? അത് പിന്നെ ജി കെ സാറിനെ കൊല്ലണോന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് സത്യ. അയാള് കമ്പ്യൂട്ടർ ചെയർമാൻ കൂടിയായപ്പോ എന്റെ ജോലി തെറിക്കുന്ന ഉറപ്പായി. ജി കെക്ക് ഇത്ര ദേഷ്യം തന്നോട് വരാൻ കാര്യം എന്താ? ഈ ലോകഘട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ പഞ്ചാരാണ് സാർ അങ്ങേരി. ഒരൊറ്റ പെണ്ണിനെ വെറുതെ വിടില്ല. ഞാനത് വിളിച്ചു പറയും. അതിന്റെ ദേഷ്യ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് ആ പൂജ എന്ന് പറഞ്ഞ പെണ്ണിനെ കൊണ്ട് നടക്കായിരുന്നു. കാര്യം കാണാൻ വേണ്ടി അവളെ കൂട്ടിക്കൊടുക്കുന്ന പരിപാടി അങ്ങേർക്ക് ഉണ്ടായിരുന്നു സാറേ. മിസ്റ്റർ ഹരീന്ദ്രൻ, അച്ഛന്റെ കയ്യിൽ നിന്നും വാങ്ങിയ വെറും 50 ലക്ഷം രൂപയിൽ നിന്നും 100 കണക്കിന് കോടിയുടെ ആസ്തികൾ ഉണ്ടാക്കിയ സ്റ്റാർലൈന്റെ ചെയർമാൻ അത്ര മണ്ടനാണെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാനാവൂ? കേട്ടിട്ടില്ലേ? കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം ഉലകിൽ സുലഭം. ക്യാഷ് നിങ്ങൾക്കൊരു പ്രശ്നമല്ലായിരിക്കാം, പക്ഷെ പെണ്ണ് നിങ്ങളുടെ ഒരു ബലഹീനതയായിരുന്നു. ആസ്വദിക്കും തോറും കൈവിടാൻ പറ്റാത്ത വിധം പൂജയെ നിങ്ങൾ ഇഷ്ടപ്പെട്ടു പോയി. അത് സാധിച്ചെടുക്കാൻ നിങ്ങൾ നടത്തിയ നാടകം ഒരു ദുരന്തത്തെ കലാശിച്ചു. അതല്ലേ ഹരീന്ദ്രൻ സത്യം? നോ, യു ആർ ജസ്റ്റ് കുക്കിംഗ് അപ്പ് സ്റ്റോറീസ്. ഓക്കെ, കൂൾ ഡൗൺ. ഒന്ന് ചോദിക്കട്ടെ, ഈ ജി കെ കൊല്ലപ്പെട്ട രാത്രിയിൽ അയാളെ കൊന്നുകളയുമെന്ന് നിങ്ങൾ വെല്ലുവിളി നടത്തിയിരുന്നു? ഇല്ല, ഞാനൊരു വെല്ലുവിളി നടത്തിയിട്ടില്ല. ലുക്ക്, നിന്നോട് ഞാൻ എന്ത് ദ്രോഹമാണ് ചെയ്തത്? പറയണ തെണ്ടി, എവിടെ നിന്നാണ് ഫോട്ടോ കിട്ടിയത്? കേരളം മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു പത്രാധിപരെ ഞാൻ കൈവറ, ഇല്ലെങ്കിൽ കഥ ഞാൻ കഴിക്കും. പറയണ ദ്രോഹി, എവിടെ നിന്നാണ് ഫോട്ടോ കിട്ടിയത്? കേസരി ബാലകൃഷ്ണപിള്ള എന്ന് കേട്ടിട്ടുണ്ടോ? ഇത് കേസരി രാജേന്ദ്രൻ. എന്നെ കൊണ്ട് നീ പറയിപ്പിക്കൂടാ. ഇനി എന്നെ തല്ലിയ നീ എന്ത് ചെയ്യൂടാ? ഞാൻ സത്യം പറഞ്ഞു പോവും. എങ്കിൽ പറയടാ. അത് പിന്നെ ഫോട്ടോയും അത് പ്രസിദ്ധീകരിക്കാൻ കാശും കൂടി ഒരാൾ തന്നാ പിന്നെ ഞാനെന്താ ചെയ്യാ? ആര്? ജി കെ സാറ്. അവൻ തന്നെ പെണ്ണുകൂട്ടി തരികയും ചെയ്യും, അവൻ തന്നെ ഒറ്റയും ചെയ്യും. അതിന് ഞാനെന്താ തല്ലുകൊള്ളണേ? കൊല്ലും ഞാൻ അവനെ.